നമസ്കാരം. ABC-യുടെ മണ്ഡലയാത്ര തുടരുകയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടു മുമ്പിൽ എത്തി നിൽക്കെ കേരളത്തിലെ 140 മണ്ഡലങ്ങളും എങ്ങനെ ചിന്തിക്കുന്നു, ആ 140 മണ്ഡലങ്ങളിലെയും ഇന്നലകളിലെ വോട്ടിംഗ് പാറ്റേൺ എന്തായിരുന്നു എന്നറിയാൻ പ്രേക്ഷകരോട് പങ്കിടാനാണ് ഞങ്ങൾ വരുന്നത്. ഇന്ന് ഈ യാത്ര എത്തി നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ മണ്ഡലത്തിലാണ്. ചാത്തന്നൂർ മണ്ഡലത്തെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യും മുമ്പായി പ്രേക്ഷകരോട് ഒരിക്കൽ കൂടി ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു, ഈ വീഡിയോയുടെ ആദ്യം തന്നെ നൽകിയിരിക്കുന്ന നമ്മുടെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഓരോ മണ്ഡലത്തിലെയും വിജയികളെ UDF ആണോ LDF ആണോ NDA ആണോ വിജയിക്കുന്നത് എന്ന് പ്രവചിക്കാനുള്ള അവസരം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഉറപ്പായും നിങ്ങൾ ആ അവസരം വിനിയോഗിക്കുക. ശരിക്കും പറഞ്ഞാൽ ഇത് ഈ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിലാണ് ഈ ചാത്തന്നൂർ നിയമസഭാ മണ്ഡലവും വരുന്നത്. കൊല്ലം ജില്ല അല്ലെങ്കിൽ കൊല്ലം ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് ഒരു ഇടത് കോട്ടയായിട്ടാണ് അടുത്ത കാലത്തായിട്ട് ശക്തമായിട്ട് അറിയപ്പെടുന്നത്. നമുക്കിപ്പോൾ 1984 കാലഘട്ടത്തിലേക്ക് പോയാൽ അന്ന് കൊല്ലത്തെ പ്രതികരിച്ച് വന്ന S കൃഷ്ണകുമാറാണ്. അന്ന് ദൂരദർശനൊക്കെ വരുന്ന സമയം. അപ്പം മലയാളിയായിട്ടുള്ള ഒരു കേന്ദ്രമന്ത്രി എന്നും TV യിലൊക്കെ നിറഞ്ഞതാണ്. അത് S കൃഷ്ണകുമാറായിരുന്നു. ഈ S കൃഷ്ണകുമാർ 84, 89, 91 3 തവണ തുടർച്ചയായിട്ട് കൊല്ലത്തെ പ്രതിനിധീകരിച്ച് ലോക്സഭയിലേക്ക് പോയതാണ്. പിന്നീട് അവിടെ നിന്ന് 96-ലും 98-ലും NK പ്രേമേന്ദ്രൻ എന്ന് പറയുന്ന RSPയുടെ ഒരു പുതുമുഖ നേതാവിനെ അവർ മത്സര രംഗത്തേക്ക് ഇറക്കുന്നു. അന്ന് RSP LDF പക്ഷത്താണ്. ആ RSPയുടെ സ്ഥാനാർത്ഥിയായിട്ട് NK പ്രേമേന്ദ്രൻ 2 തവണ അവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് 1999 ആയപ്പോൾ CPM-ന് ഉറച്ച മണ്ഡലമാണ് ഈ കൊല്ലം എന്ന് പറയാം. അവർ RSPയിൽ നിന്ന് ഈ സീറ്റ് പിടിച്ചെടുക്കുക ചെയ്തത്. അങ്ങനെ P രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നു. 1999 CPM ജയിക്കുന്നു. വീണ്ടും അവിടെ 2004 ഇലക്ഷൻ വരുന്നു. അന്നും ഈ P രാജേന്ദ്രൻ ജയിക്കുന്നു. പിന്നീട് രാഷ്ട്രീയ കാലാവസ്ഥയൊക്കെ മാറുന്നു. അങ്ങനെയാണ് കോൺഗ്രസിൽ ഈ K കരുണാകരന്റെ വലിയ വിശ്വസ്തനായ പീതാംബരക്കുറുപ്പ് എന്ന് പറയുന്ന നേതാവുണ്ട്. തിരുവനന്തപുരം DCC പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു. അദ്ദേഹം ആദ്യമായിട്ട് ഈ പാർലമെന്ററി രംഗത്തേക്ക് വരുന്നത് കൊല്ലം ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്. അങ്ങനെ കൊല്ലത്ത് നടന്ന ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2009 പീതാംബരക്കുറുപ്പാണ് ജയിച്ചു കയറുന്നത്. അന്നാണ് ഈ ശ്വേതാ മേനോനുമായി ബന്ധപ്പെട്ട് ഒരു വലിയ വിവാദമൊക്കെ ഉണ്ടായി, ഒരു ബോട്ട് റേസുമായി ബന്ധപ്പെട്ട്. എന്തായാലും 2009 കഴിഞ്ഞപ്പോഴേക്കും രാഷ്ട്രീയ കാലാവസ്ഥയിൽ അടിമുടി മാറ്റം ഉണ്ടാകുന്നു. അതായത് RSP LDF-ഉം UDF-ലേക്കൊക്കെ ചാഞ്ചാടി നിന്ന ഈ NK പ്രേമേന്ദ്രൻ ഉൾപ്പെടുന്ന RSP പിന്നീട് UDF-ലേക്ക് പോയി. ആ UDF-ലേക്ക് പോയപ്പോൾ 2014-ലും 2019-ലും 2024-ലും NK പ്രേമേന്ദ്രൻ വീണ്ടും RSP സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു. പക്ഷേ UDF-ന്റെ ഒരു പതാകയ്ക്ക് കീഴിലായി. അതുവരെ LDF-ന്റെ പതാകയ്ക്ക് കീഴില്ല. അതെ, MA ബേബിയൊക്കെയാണ് അദ്ദേഹത്തെ നേരിടാനായിട്ട്. അതെ, പരനാറി പ്രയോഗമൊക്കെ പിന്നീട് പ്രശസ്തമായതുകൊണ്ടാണല്ലോ. എന്തായാലും അങ്ങനെയുള്ള ഒരു മണ്ഡലത്തിലാണ് ഈ പറയുന്ന ചാത്തന്നൂർ നിൽക്കുന്നത്. ഈ ചാത്തന്നൂരിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുക്കുകയാണെങ്കിൽ UDF-ന് ഏതാണ്ട് 48.1% അത്രയും വോട്ട് ഷെയർ ഉണ്ടായിരുന്നു. പക്ഷേ 2024 ആയപ്പോൾ അത് 42.5% കുത്തനെ ഇടിയുകയാണ് ചെയ്യുന്നത്. LDF-നും 2019 35.1% ഉണ്ടായിരുന്നത് 29.9% ഇടിയുകയും ചെയ്തു. പക്ഷേ ഇവിടെ നേട്ടം ഉണ്ടാക്കിയത് NDA ആണ്. 14.9% 2019 അവരുടെ വോട്ട് ഷെയർ എങ്കിൽ 5 വർഷം കൊണ്ട് അത് 25.6% എന്ന് പറഞ്ഞാൽ 10% വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ സാധിച്ചു. ഈ കഴിഞ്ഞ 2 തവണയും നിയമസഭയിലേക്ക് GS ജയലാൽ എന്ന് പറയുന്ന CPI-യുടെ നേതാവാണ് മത്സരിച്ചത്. 2 തവണയും ജയിക്കുകയും ചെയ്തു. 3 തവണ ജയിച്ചു അല്ലേ. പക്ഷേ ഈ 2 തവണയും CPI-ക്ക് വെല്ലുവിളി ഉയർത്തിയത് UDF അല്ല. അവിടെ ഈ ഡോക്ടർ ശൂരനാട് രാജശേഖരനും പീതാംബരക്കുറുപ്പും ഒക്കെ മത്സരിച്ചെങ്കിലും 2 തവണയും BJP-യുടെ സ്ഥാനാർത്ഥികൾ LDF-ന് കനത്ത വെല്ലുവിളി ഉയർത്തി എന്ന് പറഞ്ഞാൽ ഇത്തവണയും ഈ പറയുന്ന നിയമസഭാ മണ്ഡലത്തിൽ BJP-ക്ക് വലിയ പ്രതീക്ഷയുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും പറയാൻ. ഇപ്പോൾ ഈ സിനു കൃത്യമായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു വിശകലനം നടത്തിയതുപോലെ തന്നെയാണ് ഏതാണ്ട് അതേ ധാരണയിലേക്കാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിശകലനവും നമ്മളെ നയിക്കുന്നത്. 2016-ലെയും 2021-ലെയും ഏറ്റവും ഒടുവിലത്തെ 2 നിയമസഭയുടെ കണക്കുകൾ നോക്കുമ്പോൾ കൃത്യമായി കണക്കുകൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അത് 2016-ലെ അവിടുത്തെ മൊത്തം വോട്ടർമാരുടെ എണ്ണം 1,79,928 ആയിരുന്നു. അത് 2021 ആയപ്പോൾ 6,000 വോട്ടർമാരുടെ വർധനയുണ്ടായി. 1,85,271 വോട്ടർമാരാണ് മൊത്തം ഉണ്ടായിരുന്നത്. പോൾ ചെയ്ത വോട്ടിന്റെ കണക്കെടുക്കുമ്പോൾ 2016 അത് 1,33,199 ആയിരുന്നു. എന്ന് പറഞ്ഞാൽ 74% പോളിംഗ് നടന്നു. എന്ന് മാത്രമല്ല, അത് 2021 വരുമ്പോൾ 4,000 വോട്ടിന്റെ വർധനവുണ്ടായി. 1,37,503 വോട്ടാണ് പോൾ ചെയ്യപ്പെട്ടത് 2021. എന്നാൽ
ഈ 2 തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ തുടർച്ചയായിട്ടുള്ള 3 തെരഞ്ഞെടുപ്പുകളിൽ അവിടെ മത്സരിക്കുന്നത് ഈ ഇടതുപക്ഷ മുന്നണിയിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ CPIയുടെ സ്ഥാനാർത്ഥിയാണ്. ഒരു പ്രത്യേകതയുള്ളത്, ഈ മണ്ഡലം ഉണ്ടായിട്ട് 1965 ഈ മണ്ഡലം ഉണ്ടാകുന്നത്. 57 തൊട്ടില്ല അല്ലേ? സർ, ഞാൻ അതിനിടയ്ക്ക് പറഞ്ഞോളൂ. ഒന്ന് ഇടപെട്ടോട്ടെ. ഈ 1965 ആണ് ഈ മണ്ഡലം രൂപീകരിക്കപ്പെടുന്നത്. അത് ഡീലിമിറ്റേഷൻ അനുസരിച്ചിട്ട് 1965 ഈ മണ്ഡലം നിലവിൽ വരുമ്പോൾ രണ്ടാമത്തെ മന്ത്രിസഭ ആർ ശങ്കറിൻ്റെ മന്ത്രിസഭയ്ക്ക് അവിശ്വാസം കൊണ്ട് പുറത്തു പോകേണ്ടി വരുന്ന സാഹചര്യത്തിൽ പിന്നീട് അത് ഗവർണർ ഭരണമായി മാറുന്നു. മൂന്നാം നിയമസഭ ആ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അന്ന് 133 അംഗങ്ങളായിരുന്നു. 133 ആർക്കും ഏതാണ്ട് എല്ലാ പാർട്ടികളും ഒരേ ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിച്ച ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത് ഈ 165 അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഫ്രീസ് ചെയ്യാം. അപ്പോൾ 65 ഇത് ആർക്കും ഭൂരിപക്ഷം ലഭിക്കാതെ വരുന്ന സാഹചര്യത്തിൽ 65 ജയിച്ചവർക്ക് ജയിച്ചിട്ട് കൂടി നിയമസഭ കാണാൻ ഉള്ള അവസരം അങ്ങനെയാണ്. ചെങ്ങന്നൂർ ഈ ചാത്തന്നൂരിന്റെ ആദ്യത്തെ MLA ദുർഗതി ഉണ്ടായിരുന്നു. തങ്കപ്പൻപിള്ള എന്നായിരുന്നു അയാളുടെ പേര് അല്ലേ? പിന്നീട് 77 NDP സ്ഥാനാർത്ഥിയായി ചെങ്ങന്നൂരിൽ നിന്ന് ഇദ്ദേഹം സഭയിലെത്തുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പോ ഈ അങ്ങനെയാണെങ്കിൽ 65 തെരഞ്ഞെടുപ്പ് തൊട്ട് ഇതുവരെയുള്ള 15 തെരഞ്ഞെടുപ്പുകളാണ് നടന്നത്. ഈ 15 തെരഞ്ഞെടുപ്പുകളിൽ 11 എണ്ണത്തിലും ഇടതുപക്ഷ മുന്നണിയിലെ ഘടകകക്ഷിയായ CPI ആണ് ആ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. ഒടുവിലത്തെ 3 തെരഞ്ഞെടുപ്പിലും മത്സരിച്ചത് ജയലാലാണ്. CPIയുടെ നേതാവ് GS ജയലാലാണ് മത്സരിച്ചത്. GS ജയലാല് 2016 തെരഞ്ഞെടുപ്പിൽ 67,000 വോട്ട് നേടി. 67,606 വോട്ട് നേടി. എന്ന് വെച്ചാൽ മൊത്തം പോൾ ചെയ്ത വോട്ടിന് 50.76% വോട്ട് ജയലാലിന് കിട്ടി. അതേസമയത്ത് 2021 അത്ഭുതകരമായൊരു മാറ്റമാണ്. ഓർക്കേണ്ട കാര്യം, ഈ 2 തെരഞ്ഞെടുപ്പ് കാലത്തും 2016 അധികാരത്തിൽ വന്നത് പിണറായി വിജയനാണ്, 2021 അധികാരത്തിൽ വന്നത് പിണറായി വിജയനാണ്. 2 മുന്നണിയിലെയും ഘടകകക്ഷിയായ ഒരേ വ്യക്തിയാണ്, ഒരേ നേതാവാണ് മത്സരിക്കുന്നത്. പക്ഷേ ഗണ്യമായ ഇടിവാണ് അന്ന് ഇടതുപക്ഷ മുന്നണിക്ക് ഉണ്ടാകുന്നത്. ഇപ്പോൾ ജയലാലിന് 2016 തെരഞ്ഞെടുപ്പിൽ 67,000 വോട്ട് കിട്ടുന്നു. 8,000 വോട്ടാണ് 5 കൊല്ലം കൊണ്ട് കുറഞ്ഞത്. ഒരേ മുന്നണിയിലെ ഒരേ മുഖ്യമന്ത്രിയുടെ കീഴിൽ മത്സരിച്ചിട്ട് 8,000 വോട്ട് കുറയുന്നു എന്ന് പറഞ്ഞാൽ 2021 കിട്ടിയത് 59,296 വോട്ടാണ്. എന്ന് പറഞ്ഞാൽ പോൾ ചെയ്ത വോട്ടിന്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 51% വോട്ട് കിട്ടിയത് ഈ തെരഞ്ഞെടുപ്പിൽ 43% കുറഞ്ഞു. 7% വോട്ട് കുറഞ്ഞു. വിക്ടറിയിലാണെങ്കിൽ ഗണ്യമായ കൃത്യം പകുതിയായിട്ട് കുറഞ്ഞു ഭൂരിപക്ഷം. 2016 ജയലാലിന്റെ ഭൂരിപക്ഷം 34,407 വോട്ടാണെങ്കിൽ അത് 2021 കൃത്യം പകുതിയായിട്ട് കുറഞ്ഞു. 17,206 വോട്ട് മാത്രം ഭൂരിപക്ഷമായിട്ട് കുറഞ്ഞു. നേരത്തെ സിനു പറഞ്ഞ ഒരു പ്രത്യേകതയാണ് ഈ മണ്ഡലത്തിന്റെ പ്രത്യേകത. നമ്മൾ ഓർക്കേണ്ടത്, ഇടതുപക്ഷം ജയിക്കുമ്പോൾ LDF ജയിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ UDF 2ാം സ്ഥാനത്ത് വരും എന്ന കണക്ക് തെറ്റിക്കുന്നുണ്ട് ഈ മണ്ഡലം. ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും 2ാം സ്ഥാനത്ത് വരുന്നത് BJP ആണ്. BJPയുടെ BB ഗോപകുമാർ അല്ലെ, 3 തവണ മത്സരിച്ചതിൽ ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും ഗോപകുമാറാണ് എതിർ സ്ഥാനാർത്ഥി. ഗോപകുമാർ മോശമല്ലാത്ത വോട്ട് നേടുന്നു എന്ന് മാത്രമല്ല, ഗണ്യമായി വോട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. 2016 തെരഞ്ഞെടുപ്പിൽ BJP നേതാവായി മത്സരിച്ച ഗോപകുമാർ നേടുന്നത് 33,199 വോട്ടാണെങ്കിൽ അത് 2021 ആയപ്പോൾ 5 കൊല്ലം കൊണ്ട് 9,000 വോട്ട്, 10,000-ഓളം വോട്ടുകൾ വർദ്ധിപ്പിച്ച് BB ഗോപകുമാർ നേടുന്നത് 42,090 വോട്ടാണ്. 2ാം സ്ഥാനത്ത് വോട്ടുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നേറുന്നു എന്നതാണ് BJPയുടെ ആ മണ്ഡലത്തിലെ പ്രത്യേകത. 2 തവണയും കോൺഗ്രസ് 2ാം സ്ഥാനത്താണ്, ചില്ലറക്കാരല്ല. നേരത്തെ സിനു പറഞ്ഞ പോലെ കോൺഗ്രസിന് തെക്കൻ കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും പ്രമുഖരായ നേതാക്കൾ. 2016 മത്സരിച്ചത് ഡോക്ടർ ശൂരനാട് രാജശേഖരൻ ആണ്. 2021 മത്സരിച്ചത് നേരത്തെ പറഞ്ഞ മുൻ MP ആയിരുന്ന N പീതാംബരക്കുറുപ്പാണ്. എന്നിട്ടും സംഭവിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. 2 പേർക്ക് 2 തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഒരു കാര്യം ഉണ്ടായി. ശൂരനാട് രാജശേഖരൻ സാറിൽ നിന്ന് N പീതാംബരക്കുറുപ്പ് മത്സരിക്കുമ്പോൾ 4,000 വോട്ട് കോൺഗ്രസ് അധികം പിടിച്ചു. 4,000 വോട്ട്. പക്ഷേ CPI സ്ഥാനാർത്ഥിയുടെ വോട്ട് 8,000 കുറഞ്ഞു. BJP സ്ഥാനാർത്ഥിക്ക് 9,000 കൂടുകയും ചെയ്തു. ആരുടെ വോട്ട് ആർക്ക് പോയി എന്നത് വളരെ പ്രകടമാണ് കണക്ക്. 2 കാര്യമുണ്ട്. 1ാം പിണറായി സർക്കാരും 2ാം പിണറായി സർക്കാരും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം ശബരിമല ഇഷ്യൂ വന്നു എന്നതുകൂടിയാണ്. അതും കൂടി നമ്മൾ ചേർത്ത് ഓർക്കണം. അത് ഇത്രയും കാര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ നോക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാൻ പറ്റും, BJP അതിന്റെ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്.
കോൺഗ്രസിന്റെ വോട്ടിംഗ് നിലയിൽ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് കാര്യമായ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അവർ വർദ്ധിപ്പിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ എങ്കിലും അവർക്ക് പിടിച്ചാൽ എത്താവുന്ന ദൂരത്തല്ല ഇപ്പോൾ BJP നേടിയിരിക്കുന്ന ലീഡ്. അതാണ് ഒരു പ്രത്യേകതയുള്ളത്. കേവലം ഇപ്പോൾ ഭൂരിപക്ഷം ഇടതുപക്ഷത്തിന്റെ ഭൂരിപക്ഷമാണെങ്കിൽ ഗണ്യമായി കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു പാറ്റേൺ നമ്മളോട് പറയുന്നത്. മാത്രമല്ല, പക്ഷേ ഇതിനകത്ത് കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് മൂന്നാമത് പോകുന്നതിൻ്റെ ഒരു വെളിച്ചത്തിൽ അനൗകികമായി നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് കോൺഗ്രസ് ഇത്തവണ അവിടെ മത്സരിക്കുന്നില്ല എന്നതാണ്. ആണോ? അപ്പോൾ അത് പിന്നെ വാർത്തകളിൽ ഞാൻ അത് ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ ഫോർവേഡ് ബ്ലോക്കിൽ ആ സീറ്റ് വച്ചു മാറാൻ പിന്നെ കോൺഗ്രസ് തയ്യാറെടുക്കുന്നു എന്ന് പറയുന്നു. അവർ സന്തോഷത്തോടുകൂടി സ്വീകരിക്കാനും അവർ തയ്യാറാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് മത്സരിച്ചാൽ മതിയല്ലോ, അവർക്ക് മത്സരിച്ചാൽ മതി. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മൾ കാണേണ്ട കാര്യം എന്ന് പറയുന്നത് 33,000 എന്ന് പറയുന്നത് വീണ്ടും 42 ആയി. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ടും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിന്റെ സ്ഥിതിയും വളരെ പരിതാപകരമാണ്. കയറി വരുന്നത് മുഴുവൻ വോട്ട് പിടിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഏറ്റവും ഒടുവിൽ നമ്മുടെ പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കണക്ക് കൂടി നമ്മൾ നോക്കുമ്പോൾ അവിടെയും 42,465 UDF, 54,117 LDF, 36,580 BJP. അത്ര കുറവ് വന്നിട്ടില്ല. അത് ഈ തദ്ദേശത്തിൽ പോലും അങ്ങനെ കുറവ് വന്നിട്ടില്ല. അതായത് ഒരുപക്ഷെ BJP കുറച്ചുകൂടി ഗൗരവമായി കാണേണ്ടുന്ന ഒരു, നേരത്തെ പറഞ്ഞതുപോലെ ഒരു ത്രികോണ മത്സരത്തിന് സാധ്യത ഒരുങ്ങി വരുന്ന ഒരു മണ്ഡലം കൂടി A ക്ലാസ് മണ്ഡലങ്ങളിൽ പെടുത്താവുന്നതാണ്. ഒരു ത്രികോണ മത്സരത്തിന് കേരളത്തിൽ വഴി ഒന്നാണത് സാധ്യത. ഇനി ഒരിക്കൽ കൂടി നമ്മൾ പിന്നെ വളരെ പെട്ടെന്ന് ഈ പെർസെന്റേജ് കണക്കുകളിൽ കൂടി ഒന്നുകൂടി പോയാൽ നിയമസഭാ കണക്കുകൾ എങ്ങനെ വളരെ പെട്ടെന്ന് ആൾക്കാർക്ക് ഒന്നുകൂടി ഒരു പ്രത്യേകത കൂടി ഉള്ളത്, അത്ഭുതങ്ങൾ പലപ്പോഴും സൃഷ്ടിച്ചിട്ടുള്ള മണ്ഡലമാണ് ഇത്. വേണമെങ്കിൽ കേരളത്തിലെ തന്നെ ഏറ്റവും കൂടിയ ഭൂരിപക്ഷമായ 34,407 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയലാൽ ജയിച്ചിട്ടുള്ള മണ്ഡലമാണെന്ന് പറയാം. എന്നാൽ പല തെരഞ്ഞെടുപ്പുകളിലും കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ലീഡിൽ ജയിച്ച മണ്ഡലമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് N. അനിരുദ്ധൻ 2001 തെരഞ്ഞെടുപ്പിൽ പ്രതാപവർമ്മ തമ്പാൻ അവിടെ ജയിക്കുന്നത് 547 വോട്ടിനാണ്. മണ്ഡലം അതിഭീകരമായ ചാഞ്ചാട്ടം നടത്തുന്ന മണ്ഡലമാണ് ഇത് കാണാം. അതുപോലെ തന്നെ ആദ്യത്തെ 65 തെരഞ്ഞെടുപ്പിൽ 767 വോട്ട് മാത്രമേ ഭൂരിപക്ഷം ഉണ്ടായിരുന്നുള്ളൂ. 35,000-ഓളം ഭൂരിപക്ഷം കിട്ടുന്നതും 500-ൽ താഴെ ഭൂരിപക്ഷം കിട്ടുന്നതും ആ മണ്ഡലത്തിന് പുത്തരിയല്ല എന്ന് പറയാനാണ് ഞാനിത് പറഞ്ഞത്. അവസാനമായി ഒരു കാര്യം കൂടി, ഒരിക്കൽ കൂടി ഈ കണക്കുകളൊന്ന് ഓടിച്ചു നോക്കാവുന്നതേ ഉള്ളൂ. ആ കണക്ക് ഇങ്ങനെയാണ്. തീർച്ചയായിട്ടും CPI-യുടെ ഭൂരിപക്ഷം, ഇടതുപക്ഷത്തിന്റെ ഭൂരിപക്ഷം ഗണ്യമായി കുത്തനെ 5 കൊല്ലം കൊണ്ട് പകുതിയായി കുറഞ്ഞ് നമ്മൾ കണ്ടു. 35,000-ൽ നിന്ന് 17,000-ആയിട്ട് കുറഞ്ഞു. അതേസമയം കോൺഗ്രസിന്റെ വോട്ടിൽ നേരിയ വർധനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 4,000 വോട്ടെങ്കിലും അവർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ BJP വോട്ട് ഗണ്യമായി കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. BJP വോട്ടിൽ 5 കൊല്ലം കൊണ്ടുണ്ടായ വർധനവ് 10,000-ഓളമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇപ്പോൾ തൊട്ടു മുമ്പിൽ എത്തി നിൽക്കുന്ന 5 കൊല്ലം എന്ത് മാറ്റം ഉണ്ടാക്കിയിരിക്കുന്നു, എന്തുമാത്രം വോട്ട് ഷെയർ കൂടിയിരിക്കുന്നു എന്ന കാര്യം വളരെ പ്രധാനമാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, 2ാം സ്ഥാനത്ത് ഉറപ്പായും BJP എത്തുന്ന മണ്ഡലമായി ചാത്തന്നൂരിനെ പരിഗണിക്കണം. BJPക്ക് ജയസാധ്യതയുള്ള ഒരു ത്രികോണ മത്സര സാധ്യതയുള്ള കേരളത്തിലെ വിരലിലെണ്ണാവുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് തീർച്ചയായിട്ടും ചാത്തന്നൂരാണ്. ഒരുപക്ഷെ അധികം ശ്രദ്ധിക്കാതിരുന്ന ഒരു കാര്യം കൂടിയാണ് ഈ BJPയുടെ ഈ മുന്നേറ്റം എന്ന് പറയുന്നത്, അല്ലേ? പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിൽ ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പിന്നെ കോർപ്പറേഷൻ ഏതാണ്ട് 12ഓളം സീറ്റാണ് BJPക്ക് പിടിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ ആ ജില്ലയിൽ BJP ഇത്ര ഒരു മുന്നേറ്റം നടത്തുന്നത് ആ പാർട്ടിയുടെ നേതാക്കൾ വളരെ ഗൗരവത്തോടെ ആയിരിക്കും കാണുക. CPI ഇപ്പോൾ GS ജയലാലിനെ വീണ്ടും മത്സരരംഗത്ത് ഇറക്കാനുള്ള സാധ്യത കുറവായിരിക്കും. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഒരു പുതുമുഖമായിരിക്കും അവിടെ വരും. അവരെ കാരണം 3 ടൈം കഴിഞ്ഞുകൊണ്ട് ഇനി CPI ഒരാളെ അവിടെ നിർത്താനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ഇനി ഈ പറയുന്ന പോലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മാറി ഫോർവേഡ് ബ്ലോക്ക് വരികയാണെങ്കിൽ അടിമുടി ഒരു മാറ്റമായിരിക്കും. തീർച്ചയായിട്ടും ചാത്തന്നൂർ ആരെ കൂടെ നിൽക്കും എന്ന് പറയാൻ ചാത്തന്നൂർക്കാർക്കും പുറത്തുള്ളവർക്കും നമ്മുടെ കമന്റ് ബോക്സിൽ വരാം, അല്ലേ? അതായത് ABC മലയാളം പ്രവചനങ്ങൾക്കൊന്നും നിൽക്കുന്നില്ല. തീർച്ചയായും നമ്മുടെ പ്രേക്ഷകർ തന്നെ തീരുമാനിക്കട്ടെ. ഈ ഒരു സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട്, ഈ ഒരു ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് 2026 സാധ്യത ആർക്കാണ് എന്നുള്ളത് അവർക്ക് രേഖപ്പെടുത്താം. കമന്റ് ബോക്സ് ഓപ്പൺ ആണ് എപ്പോഴും. നിങ്ങളാണ് പറയേണ്ടത്. ഈ തെരഞ്ഞെടുപ്പിലെ 140 മണ്ഡലങ്ങൾ ആര് ജയിക്കുമെന്ന് പറയാൻ ഇതാ ABC പ്രേക്ഷകർക്ക് തന്നെ അവസരം തരുന്നു. മറ്റാരുമല്ല പ്രവചിക്കേണ്ടത്. ജനങ്ങളാണ്, വോട്ടർമാരാണ്. ജനാധിപത്യമാണ്, ജനങ്ങളുടെ ആധിപത്യമാണ്. 2026 കേരളത്തിൽ ആര് ജയിക്കും? ABC മലയാളം ഒരുക്കുന്ന ജനകീയ പോളിംഗിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. ദയവായി നിങ്ങൾ പോളിൽ പങ്കെടുത്തതിന് ശേഷം ആ ലിങ്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.
കേരളം 2026 ആര് ഭരിക്കുമെന്ന് നിങ്ങൾക്ക് പ്രവചിക്കാനുള്ള അവസരം നിങ്ങൾ വിനിയോഗിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.